നമസ്കാരം. അച്ഛന് പിൻഗാമിയായി മകനും. കേരള ബിജെപിയിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് നടക്കുന്നത്. തൃശൂരിൽ നിന്ന് വിജയിച്ചു കയറിയ സുരേഷ് ഗോപിക്ക് പിൻഗാമിയായി മകൻ ഗോകുൽ സുരേഷ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു എന്ന വാർത്തകളാണ് കുറച്ചു ദിവസങ്ങളായി പുറത്തു വരുന്നത്. ഗോകുൽ സുരേഷ് തന്നെയാണ് തനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും അത്തരത്തിൽ ഒരു സമയം വന്നു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം പോകുമെന്നും പറഞ്ഞിരിക്കുന്നത്. സിനിമയിലും രാഷ്ട്രീയത്തിലും എത്തിയപ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സും ഗോകുൽ തുറന്നു പറഞ്ഞു. അച്ഛൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങരുത് എന്ന് പലരും ആഗ്രഹിച്ചു. ഇപ്പോൾ അവരൊക്കെ മൗനത്തിലാണ്, അദ്ദേഹത്തിന് കയ്യുവടിക്കുന്നു. അങ്ങനെ വന്നാൽ അച്ഛൻ സുരേഷ് ഗോപിയുടെ പാതയിലേക്ക് മകനെയും കൈപിടിച്ച് BJP എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തമിഴ്നാട്ടിലെ സിനിമാ രാഷ്ട്രീയം പോലെ കേരളത്തിലും ഒരു സിനിമാ രാഷ്ട്രീയം ഇവിടെയും കൊണ്ടുവരാൻ സുരേഷ് ഗോപിയിലൂടെയും ഗോകുൽ സുരേഷിലൂടെയും സാധിക്കുമെന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ഒരു നീക്കം നടന്നാൽ നിയമസഭാ ഇലക്ഷന് മുൻപേ ഗോകുലിന്റെ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും. തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിൽ ഗോകുലിന് പ്രത്യേക സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ഗോകുലിനെ BJPയും ഇവിടെ പ്രതീക്ഷിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യുവ നടൻ കൂടിയായ ഗോകുലിന് വലിയ യുവ പിന്തുണ കേരളത്തിലുണ്ട്. അച്ഛനെ പോലെ തന്നെ കുറിക്കുകൊള്ളുന്ന വാക്കുകളും സാധാരണക്കാരുടെ മറുപടിയുമൊക്കെ ഗോകുലിന്റെ വലിയ പ്രത്യേകതയാണ്. ആ പ്രത്യേകതകൾ ഗോകുലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഉപകരിക്കുമെന്ന് തന്നെ കരുതണം. സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം കേരളത്തിലെ BJP പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. BJPയിലേക്ക് കൂടുതൽ പ്രവർത്തകരെ എത്തിക്കാനും സാധിക്കുന്നുണ്ട് എന്ന വിലയിരുത്തലും പാർട്ടിക്കുള്ളിൽ തന്നെ നിന്നുണ്ട്. അച്ഛനെതിരെ വ്യാജ ആരോപണം ചമച്ചുവിടുന്നവർക്കെതിരെ വളരെ രൂക്ഷമായാണ് ഗോകുൽ പ്രതികരിച്ചത്. അപ്പോഴൊക്കെ പാർട്ടിയുടെ വലിയ സപ്പോർട്ട് ഗോകുലിനും സുരേഷ് ഗോപിക്കും ഉണ്ടായിരുന്നു. ഒരുപാട് ആരോപണങ്ങളും കളിയാക്കലുകളും ഒക്കെ തരണം ചെയ്താണ് സുരേഷ് ഗോപിയുടെ മിന്നുന്ന വിജയത്തിലേക്ക് ഇപ്പോൾ എത്തിയത്. അതുകൊണ്ട് തന്നെ മകന്റെ രാഷ്ട്രീയ പ്രവേശനവും അച്ഛൻ എന്ന നിലയ്ക്ക് സുരേഷ് ഗോപിക്കും വലിയ സന്തോഷം നൽകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയെ പുകഴ്ത്തിയവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ അച്ഛനെതിരെ തിരിഞ്ഞത് തനിക്ക് ഞെട്ടലുണ്ടാക്കിയെന്ന് ഗോകുൽ സുരേഷ് പറഞ്ഞിരുന്നു. എന്നാൽ പരിഹാസങ്ങളെ അദ്ദേഹം കാര്യമായി എടുക്കാറില്ലെന്നും സ്വന്തം വഴിവെട്ടിയാണ് തന്റെ അച്ഛൻ മുന്നോട്ട് പോയതെന്നും ഗോകുൽ സുരേഷ് പറഞ്ഞു. തനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തോന്നിയാൽ ഇറങ്ങുമെന്നും താരം വെളിപ്പെടുത്തി. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കുറിച്ച് ഗോകുൽ മനസ്സ് തുറന്ന് സംസാരിച്ചത്. ആദ്യ തവണ മത്സരിക്കുമ്പോൾ തൃശൂർ അച്ഛൻ എടുക്കുമെന്ന് താൻ വിചാരിച്ചിരുന്നു, പക്ഷെ അന്ന് എടുത്തില്ല. ഇതാണ് അതിന്റെ സമയം. ചവിട്ടുകിട്ടി താഴെ കിടക്കുന്ന ആൾ കയറി വരുമ്പോൾ ആണല്ലോ ആഘോഷിക്കാനും ആഘോഷിക്കപ്പെടാനും ഒക്കെ ഒരു വകയുണ്ടാവുക. അടികൊടുത്തിരുത്തിയ ജനങ്ങൾ തന്നെ അച്ഛനെ ഉയർത്തുകയും കൈയടിക്കുകയും ചെയ്തു. ആ രണ്ട് എക്സ്പീരിയൻസും അച്ഛന് വിധിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. സിനിമയിൽ അഭിനയിക്കുമ്പോൾ അച്ഛൻ നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നേരെ തിരിഞ്ഞു. ഇന്ത്യ തന്നെ നശിപ്പിക്കാൻ പോകുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ രാഷ്ട്രീയത്തിൽ വരേണ്ടതില്ലായിരുന്നു എന്ന് തനിക്ക് തോന്നിയെന്നും ഗോകുൽ സുരേഷ് തുറന്നു പറഞ്ഞു. അച്ഛന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവർക്കും ഇതുതന്നെയാണ് അവസ്ഥ. ആര് വേണമെങ്കിലും സ്വിച്ച് ഇട്ടതുപോലെ നല്ലവനുമാക്കാം, മോശക്കാരനുമാക്കാം. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അച്ഛനൊന്നും ഒരു വിഷയമേ അല്ല. ആരെന്തു പറഞ്ഞു, പറഞ്ഞില്ല, സപ്പോർട്ട് ചെയ്തു, സപ്പോർട്ട് ചെയ്തില്ല, സ്നേഹിതൻ കുറ്റം പറഞ്ഞു, ശത്രു നല്ലത് പറഞ്ഞു, ഇങ്ങനെ ഒന്നും അച്ഛൻ ചിന്തിക്കാറില്ല. അച്ഛൻ അദ്ദേഹത്തിന് ഒരു തനി വഴി വെട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമായി വന്നാൽ പ്രായവും പക്വതയും എനിക്ക് വന്നെന്ന് തോന്നിയാൽ ഞാനും ആ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയേക്കാം. എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. രാജ്യത്തിന് ഗുണകരമാകുന്ന ഒരാളായി നമ്മൾ വരുമെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നാണ് ഗോകുൽ സുരേഷ് തുറന്നു പറഞ്ഞിരിക്കുന്നത്.